സ്വാതന്ത്ര്യം കിട്ടിയതിന് മുമ്പ് നമ്മുടെ നാട്ടിൽ നാട്ടുരാജ്യങ്ങളായിരുന്നു, രാജാക്കന്മാരാണ് ഭരിച്ചത്. അപ്പോൾ തെക്കേ അറ്റത്തെ രാജ്യം ഏതായിരുന്നു? നിങ്ങൾ ഇന്ത്യയിലല്ലായിരുന്നോ ആ സമയത്ത്? ഇത് US മറ്റേ തെക്കേ അറ്റത്ത് തിരുവിതാംകൂർ എന്താണ്, ആ അത് നടുക്കേതാ? കൊച്ചി. ഇത് രണ്ടും രാജാക്കന്മാർ ഭരിച്ചതാ. വേറൊന്ന് മലബാറായിരുന്നു, അത് കോഴിക്കോട്. കോഴിക്കോടൻ രാജാവിൻ്റെ പേരെന്തായിരുന്നു? അതവരുടെ സ്ഥാനപ്പേരാണേ. എല്ലാ രാജാക്കന്മാരുടെയും പേരെന്തായിരിക്കും? സാമൂതിരി. അവർക്ക് സ്കൂളിൽ ചേർക്കുമ്പോൾ വേറെ പേരുമുണ്ട്. മാനവേദൽ എന്നാണ് മിക്കവാറും എല്ലാ രാജാക്കന്മാരുടെയും പേര്. ഈ രാജാക്കന്മാർ ഇഷ്ടം പോലെ പേരിടില്ല. തിരുവിതാംകൂർ രാജാക്കന്മാർക്ക് രാമവർമ്മ, ബാലരാമവർമ്മ എന്ന് 2 പേരുകളേ ഉള്ളൂ. മാർത്താണ്ഡവർമ്മ 3 പേരേ ഉള്ളൂ. ഏത് രാജാവിൻ്റെയും പേര് രാമവർമ്മ എന്നായിരിക്കും. അവരെ തിരിച്ചറിയാൻ വേണ്ടി അവരുടെ പിറന്ന നാൾ ചേർത്താണ് വിളിക്കുക. ചോതി നക്ഷത്രത്തിൽ പിറന്നത് കൊണ്ട് സ്വാതി തിരുനാൾ. സംസ്കൃതത്തിൽ സ്വാതി എന്നാണ് പറയുന്നത് നക്ഷത്രത്തിൽ. അപ്പോൾ രാജാവ് പറഞ്ഞതുകൊണ്ട് സംസ്കൃതത്തിൽ പറഞ്ഞു. നമ്മളായിരുന്നെങ്കിൽ എന്തോന്ന് പറഞ്ഞേനെ? ചോതി തിരുനാളിന് പറഞ്ഞേനെ. അപ്പോൾ രാജഭരണം അവസാനിക്കുകയും ഇന്ത്യൻ യൂണിയൻ എന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിട്ടുള്ള ഇന്ത്യ എന്ന് പറഞ്ഞ ജനാധിപത്യ രാജ്യത്തിലെ ഒരു സ്റ്റേറ്റായി മാറി തിരുവിതാംകൂർ. കൊച്ചിയും ഒരു സ്റ്റേറ്റായി മാറി. അതാണ് ആദ്യം വന്ന സംസ്ഥാനം തിരുവിതാംകൂർ. 47 സംസ്ഥാനം ഉണ്ടാക്കിയപ്പോൾ സംസ്ഥാനങ്ങളിൽ രാജഭരണം മാറി മുഖ്യമന്ത്രിയല്ല വന്നത്, പ്രധാനമന്ത്രി എന്ന പദവിയുടെ പേര്. തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രിയായിട്ട് പട്ടം താണുപിള്ളയെ തിരഞ്ഞെടുത്തു. കൊച്ചിയിലെ പ്രധാനമന്ത്രിയായിട്ട് ഇക്കണ്ടവാര്യരെ തിരഞ്ഞെടുത്തു. ഇവരൊക്കെ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്. പക്ഷെ കോഴിക്കോടിന് പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല. കാരണം കോഴിക്കോടത്തെ രാജ്യം പണ്ടേ 18-ാം നൂറ്റാണ്ടിൽ തന്നെ, കൃത്യം പറഞ്ഞാൽ 1798 തന്നെ കോഴിക്കോട് രാജ്യമല്ലാതായി മാറുകയും ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് എന്ന് പറയുന്ന പ്രൊവിൻസിലെ ഒരു ജില്ല മാത്രമായി മാറുകയും ചെയ്തു. രാജാവിന് പകരം ഒരു സായിപ്പ് കളക്ടറായി ഇവിടെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് കളക്ടർമാർ വന്നിട്ടുണ്ട്. ആ കളക്ടർമാരുടെയൊക്കെ പേരിൽ ഇവിടെ റോഡുകളുണ്ട്. പണ്ടൊരു റെയിൽവേ സ്റ്റേഷന് 2-ാം ഗേറ്റിൽ റോഡുണ്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അതിൻ്റെ ഇപ്പോൾ റോബിൻസൺ റോഡ് എന്നായിരുന്നു. ഇപ്പോൾ അതിൻ്റെ പേര് കേശവമേനോൻ റോഡ് എന്നാണ്. അവിടെ മാതൃഭൂമി ഇരിക്കുന്നത്. വില്യം ലോഗൻ എന്നൊരു കളക്ടർ ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോ? ഈ വില്യം ലോഗൻ മലബാറിനെ കുറിച്ച് എഴുതിയ 4 വോളിയുള്ളൊരു പുസ്തകമാണ് മലബാർ മാനുവൽ. അതാണ് ഇന്ന് കേരള ചരിത്രം എഴുതാനുള്ള ഏറ്റവും വലിയ ഡോക്യുമെൻ്റ്. ഏഷ്യാനെറ്റിൽ ഷാജഹാൻ എന്ന് പറഞ്ഞ കറസ്പോണ്ടൻ്റ് അവതരിപ്പിക്കുന്ന മലബാറിനെ കുറിച്ചുള്ള പ്രോഗ്രാമിൻ്റെ പേര് തന്നെ എന്താണ്? മലബാർ മാനുവൽ എന്നാണ്. മലബാർ പൊളിറ്റിക്സിനെ കുറിച്ചാണ് ആ പ്രോഗ്രാം. അപ്പോൾ മലബാർ കേരളത്തിൻ്റെ ഭാഗമല്ല. അതായത് തൃശ്ശൂരിൻ്റെ വടക്കേറ്റം മുതൽ പാലക്കാട്, വയനാട്, കണ്ണൂർ, കോഴിക്കോട് കാസർഗോഡ് ജില്ലകളടങ്ങുന്ന പ്രദേശം കേരളത്തിൻ്റെ ഭാഗമായിട്ടല്ല, തമിഴ്നാടിൻ്റെ ഭാഗമായിട്ട്. അന്ന് തമിഴ്നാട് എന്നൊരു സ്റ്റേറ്റ് ഇല്ല, മദ്രാസ് സ്റ്റേറ്റ് ആയിട്ടാണ് ഇരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളികൾക്കെല്ലാം ആഗ്രഹമുണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഭാഷയിലൊരു സ്റ്റേറ്റ് വേണം. അതിവിടെ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ ആളുകൾ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഒരു ഭാഷ സംസാരിക്കുന്നവർക്ക് ഒരു സ്റ്റേറ്റ് എന്നൊരു ആശയം ഉയർത്തി. പക്ഷെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അതിനെതിരായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഒരു ഭാഷയ്ക്ക് ഒരു സ്റ്റേറ്റ് വന്നാലേ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷകളുള്ള സ്റ്റേറ്റുകൾ വലിയ കൂറ്റൻ സ്റ്റേറ്റുകളാവും. അപ്പോൾ അവർ കുറച്ച് ആളുകൾ സംസാരിക്കുന്ന സ്റ്റേറ്റുകളേക്കാൾ കരുത്തന്മാരായി കൂടുതൽ അവകാശങ്ങൾ പിടിച്ചെടുക്കും. അതുകൊണ്ട് നമ്മുടെ ഒരു മിക്സഡ് ആയ കാര്യമാണ് നല്ലതെന്ന് നെഹ്റു പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ മദ്രാസ് സ്റ്റേറ്റ് ഉണ്ടല്ലോ, ഒരു ഏതാണ്ട് തെക്കേ ഇന്ത്യയുടെ വലിപ്പമുണ്ട്. ഇന്നത്തെ തമിഴ്നാട്, ഇന്നത്തെ ആന്ധ്രാപ്രദേശ്, ഇന്നത്തെ തെലങ്കാന, ഒഡീഷയുടെ കാൽഭാഗം, നമ്മുടെ മലബാർ, കർണാടകത്തിലെ ദക്ഷിണ കാനഡ ജില്ല, ഇത്രയും കൂടെ ചേർന്ന ഒരു സ്റ്റേറ്റാണ്. തലസ്ഥാനം മദ്രാസ്. ആളുകൾക്ക് ഒരിക്കലും തലസ്ഥാനത്ത് പോകാൻ പോലും പറ്റില്ല, അത്രയും വലുതാണ്. അപ്പോൾ ആന്ധ്രക്കാർ കിടന്ന് കഷ്ടപ്പെടുക. തെലുങ്ക് സംസാരിക്കുന്നവർക്ക് ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ് പൊട്ടി ശ്രീരാമുലു എന്നു പേരുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മദ്രാസ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നിരാഹാരം കിടന്ന്, അദ്ദേഹത്തിൻ്റെ പേര് പൊട്ടി എന്ന് പറഞ്ഞാൽ ചെവി പൊട്ടിപ്പോയ ആളല്ല കേട്ടോ. ഈ തെലുങ്കന്മാരുടെ പേരിടുന്ന അവരുടെ ഗ്രാമത്തിൻ്റെ പേര് ചേർന്ന് പൊട്ടി എന്ന് പറഞ്ഞ ഗ്രാമക്കാരനാണ്. പിന്നെ പൊട്ടിക്ക് പൊക്കം കുറഞ്ഞവൻ എന്ന അർത്ഥവും തെലുങ്കിൽ ഉണ്ട്. അദ്ദേഹം പൊക്കം കുറഞ്ഞ ആളായിരുന്നു. ഗാന്ധിജിയോടൊപ്പം വർദ്ധയിലെ ആശ്രമത്തിൽ കഴിഞ്ഞ ആളാണ്. ഈ പൊട്ടി ശ്രീരാമുലുവിനെ കുറിച്ച് ഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ശ്രീരാമുലുവിന് വേറെ കുഴപ്പമൊന്നുമില്ല, ഒരല്പം നൊസ്സുണ്ടെന്നേ ഉള്ളൂന്ന് ഗാന്ധി പോലും പറഞ്ഞിട്ടുണ്ട്. ചെറിയൊരു പിരിപോയ ആളാണ്. അദ്ദേഹം സത്യാഗ്രഹം കിടന്നപ്പോൾ ആദ്യ ആളുകൾക്കൊരു തമാശയായിരുന്നു. തെലുങ്ക് സംസാരിക്കുന്നവർക്കൊരു സ്റ്റേറ്റ് വേണം. പക്ഷേ പതുക്കെ അത് സീരിയസ് ആകണേ. 51-ാമത്തെ ദിവസം പൊട്ടി ശ്രീരാമുലു മരിച്ചു, പട്ടിണി കിടന്നു.
അതോടുകൂടി കാര്യത്തിൻ്റെ സ്വഭാവം മാറി. ആന്ധ്രയിലുടനീളം അക്രമങ്ങളുണ്ടായി. ആന്ധ്രക്കാർ ബഹളം വെച്ചു, തീവണ്ടി സ്റ്റേഷനുകൾ കത്തിച്ചു, ബസ്സുകൾ കത്തിച്ചു, റോഡിലിറങ്ങി സമസ്തവും തല്ലിപ്പൊളിച്ചു. അതോടുകൂടി കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല. അവർ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞൊരു പുതിയ സംസ്ഥാനം ഭാഷയുടെ അടിസ്ഥാനത്തിലുണ്ടാക്കി. ആ ആന്ധ്രാപ്രദേശാണ് ഇപ്പം രണ്ടെണ്ണം. ഏതെല്ലാം? ആന്ധ്രാപ്രദേശും തെലങ്കാനയും. തെലങ്കാന എന്ന് പറഞ്ഞ പ്രദേശത്ത് ഹിന്ദിയാണ് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഉറുദുവും ഹിന്ദിയുമാണ്. അത് നവാബ് ഭരിച്ചിരുന്നത് കൊണ്ടാണ്, നൈസാമിൻ്റെ ഭരണമായിരുന്നു. അതോടുകൂടി കേന്ദ്ര സർക്കാർ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ 3 അംഗങ്ങളുണ്ടായിരുന്നു. ഒരു നിയമജ്ഞന്മാരാണ് അവരെല്ലാം. ഒരാൾ ഫസൽ അലി എന്ന് പറഞ്ഞൊരു ജൂറിസ്റ്റായിരുന്നു, ഒരു ന്യായാധിപൻ. രണ്ടാമത് പണ്ഡിറ്റ് ഹൃദയനാഥ് കുൽസർ. മൂന്നാമത് മലയാളിയായ സർദാർ KM പണിക്കർ. ഇവർ 3 പേരുള്ള കമ്മിറ്റി ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റുകളിലും ചെന്ന് തെളിവെടുപ്പ് നടത്തി. അങ്ങനെ കേരളത്തിൽ വന്നു. അപ്പോൾ കേരളത്തിൽ തെക്കേ അറ്റത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നത്, അതായത് നിങ്ങൾ കന്യാകുമാരി പോയിട്ടില്ലേ? പോയിട്ടുണ്ട്. ഇപ്പം അതൊക്കെ കേരളമായിരുന്നു 1956 നവംബർ 1 വരെയും. ആ പ്രദേശത്തുള്ള തമിഴ് ജനത അവർക്ക് തമിഴ്നാട്ടിൽ ചേരണം എന്ന് പറഞ്ഞ് വലിയ സമരം നടത്തി. ആ സമരം അക്രമാസക്തമായി 9 പേര് വെടിയേറ്റ് മരിച്ചു. കാസർഗോഡിൻ്റെ വടക്കേറ്റത്തുള്ളവർക്ക് കർണാടകത്തിൽ ചേരണം, കാരണം അവർ കന്നഡ പറയുന്നവരാണ്. ഇങ്ങനെ വലിയ ബഹളമായപ്പോൾ അവസാനം എല്ലാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെളിവെടുത്തിട്ട് നമ്മൾ ഒരു കേരളം ഉണ്ടാക്കി. അപ്പോൾ തെക്കേ അറ്റത്തുള്ള 5 താലൂക്കുകളിൽ തമിഴിൽ പോകണമെന്ന് പറഞ്ഞ് സമരം ചെയ്ത 5 താലൂക്കുകൾ 4 എണ്ണവും തമിഴ്നാട്ടിലേക്ക് ചേർത്തു. നെയ്യാറ്റിൻകര താലൂക്ക് കേരളത്തിൽ നിലനിർത്തി. കൽക്കുളം, അഗസ്തീശ്വരം, വിളവങ്കോട്, തോവാള എന്നീ താലൂക്കുകൾ തമിഴ്നാട്ടിൽ ചേർത്ത്. അങ്ങനെയാണ് കേരളത്തിൻ്റെ അഭിമാന കേന്ദ്രമായിരുന്ന കന്യാകുമാരി 69 കൊല്ലം മുമ്പ് ആരുടേതായി മാറി? തമിഴ്നാട്ടുകാരുടേതായി മാറി. കന്യാകുമാരിയിലെ ഏറ്റവും കീ ആയിട്ടുള്ള സ്ഥലത്തിരിക്കുന്നത് കേരള ഹൗസ് എന്ന് പറയുന്ന ബിൽഡിങ്ങാണ്. കാര്യം തിരുവിതാംകൂർ രാജാക്കന്മാരുടെ താമസിക്കാനുള്ള കെട്ടിടമാണ്. കേരളത്തിൻ്റെ ആയിരുന്നു അവിടുത്തെ എല്ലാ സ്ഥലങ്ങളും. അങ്ങനെ നമുക്ക് വടക്കേറ്റത് ഒരൽപ്പം വെട്ടിമാറ്റി. കാസർഗോഡ് തലപ്പാടിക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളെല്ലാം കർണാടകത്തിന് കൊടുത്തു. പിന്നെ നീലഗിരി കേരളത്തിൻ്റെ ഭാഗമായിട്ട് വേണമെന്നൊക്കെ നമ്മൾ വാശി പിടിച്ചെങ്കിലും അത് കേരളത്തിന് കിട്ടിയില്ല. ദേവികുളം, പീരുമേട് പ്രദേശങ്ങൾ ഇടുക്കിയിലെ, അതെല്ലാം കേരളത്തിൻ്റെ ഭാഗമായി തന്നെ തുടർന്ന് ഇങ്ങനെ ഒരു കേരളം കിട്ടി. അപ്പോൾ മലബാറിനെ അവിടുന്ന് ഇളക്കി. മദ്രാസ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു മലബാർ ജില്ലയെ ഇളക്കിയെടുത്ത് തിരുവിതാംകൂർ കൊച്ചി എന്ന് പറഞ്ഞ സംസ്ഥാനത്തോട് ചേർക്കുന്ന പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കേരള പിറവി എന്ന് പറയുന്നത്. 56, അതായത് ആദ്യം നമ്മൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഉണ്ടായി, കൊച്ചി സ്റ്റേറ്റ് ഉണ്ടായി. 1949 ജൂലൈ 1-ാം തീയതി ഈ 2 സ്റ്റേറ്റിനെയും കൂടെ മെർജ് ചെയ്തിട്ട് പുതിയൊരു സ്റ്റേറ്റ് വന്നു, തിരുവിതാംകൂർ കൊച്ചി. അതിന് ചുരുക്കി എങ്ങനെ പറയുന്നത്? തിരുക്കൊച്ചി സ്റ്റേറ്റ് എന്ന. പണ്ട് ഈ കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയിലൊക്കെ കല്ലിടും. ഇവിടെ മുതൽ തിരുവിതാംകൂർ, ഇവിടെ മുതൽ കൊച്ചി. ആ കല്ലിൻ്റെ പേര് കൊതിക്കല്ലെന്നായിരുന്നു. എന്താണ്? കൊതി തോന്നിക്കുന്ന കല്ലല്ല, ഒരു കൊതിയും തോന്നൂല, വലിയ കൂറ്റം കല്ല. അതിൻ്റെ ഒരു വശത്ത് കോന്നടിച്ചിരിക്കും, കൊത്തി വെച്ചിരിക്കും, മറുവശത്ത് തീ. ഇവിടുന്ന് അങ്ങോട്ട് തിരുവിതാംകൂർ, ഇങ്ങോട്ട് കൊച്ചി. അതുകൊണ്ടാണ് കൊതിക്കല്ലെന്നതിന് ആളുകൾ പേരിട്ട്. ഇപ്പോഴും കുറച്ച് കൊതിക്കല്ല് കൊച്ചിയിൽ പരവൂർ സൈഡിലൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ കുറേ കൊതിക്കല്ല് ഒഴുകിപ്പോയി. 18 വെള്ളപ്പൊക്കം വന്നില്ലേ? ഓർമ്മയില്ലേ? അല്ല, നിങ്ങൾ ആ 18 വെള്ളപ്പൊക്കത്തിന് ശേഷം ശരിക്കും ബോധം വന്ന ആളുകളാണ്. അതാണ് നിങ്ങൾ ആ ആൽഫ എന്ന് പറഞ്ഞ ജനറേഷൻ അല്ലേ നിങ്ങളല്ലേ? അല്ലല്ല, ജെൻസി സീനിയേഴ്സ്. ഞാൻ വിചാരിച്ച ആൽഫയാണ്. ആൽഫയൊക്കെ മറ്റേ 2C പഠിക്കുകയല്ലേ ഇപ്പോഴും. അപ്പോൾ ശരി, ഞാൻ ഏത് ജനറേഷനെന്ന്, ഞാൻ ജോണച്ചനൊക്കെ ഏത് ജനറേഷനെന്ന് തന്നെ ഒരു പിടിയില്ല. അപ്പോൾ ശരി, വരട്ടെ. അപ്പോൾ ഈ തിരുവിതാംകൂർ കൊച്ചി എന്ന് പറയുന്ന സ്റ്റേറ്റിനോട്, ഇന്ത്യൻ യൂണിയനിലെ സ്റ്റേറ്റാണ് നമ്മൾ മഹാരാഷ്ട്ര എന്ന് പറയും പോലെ, ആ സ്റ്റേറ്റിനോട് നമ്മുടെ മലബാറിനെ, ഈ പ്രദേശത്തെ എടുത്ത് അങ്ങോട്ട് ഒട്ടിക്കുക. അത് എത്രയോ കാലമായിട്ട് ആളുകൾ ആഗ്രഹിച്ചത്. ആ ചടങ്ങാണ് 1956 നവംബർ 1-ാം തീയതി നടന്നത്. നമ്മളിത് കേരളപ്പിറവിയായിട്ട് ആഘോഷിക്കുന്നെങ്കിലും ഈ ദിവസം മറ്റ് ചില സ്റ്റേറ്റുകൾ ഇന്ത്യയിൽ ഉണ്ടായി കേട്ടോ. അന്ന് തന്നെയാണ് രാജസ്ഥാൻ പിറവിയും പഞ്ചാബ് പിറവിയൊക്കെ ഈ ദിവസം തന്നെയാണ്. കാരണം ഭാഷാ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഒരുമിച്ചാണ് നിലവിൽ വന്നത്. അവിടെയൊക്കെ ഈ ആഘോഷം നടക്കുന്നുണ്ടാവണം അല്ലേ? അവരുടെ സ്റ്റേറ്റ് ഉണ്ടായ ദിവസം. അപ്പോഴേ ഒരു ഒളിമ്പിക്സ് തുടങ്ങൂലേ? അപ്പോൾ ഒരു സംഗതി തുടങ്ങുമ്പോൾ അതിനൊരു ചടങ്ങ് വേണ്ട, ഉദ്ഘാടനം വേണം. അത് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനം നല്ല രസമല്ലേ? കുറേ കലാപരിപാടി കാണും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്തോന്നാണ്?
മറ്റേ പന്ത കൊളുത്തൽ അല്ലേ, ദീപശിഖ തെളിയിക്കല. പലതരത്തിൽ ഇത് തെളിയിക്കും. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ലറ്റ് ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല ദീപശിഖ തെളിയിക്കൽ അറ്റ്ലാന്റ ഒളിമ്പിക്സിലായിരുന്നു. അത് മുഹമ്മദ് അലി എന്ന മഹാനായ കായിക താരമാണ്, ബോക്സറാണ്. അദ്ദേഹത്തിന് അപ്പോഴത്തേക്ക് പാർക്കിൻസൺസ് ഡിസീസ് ബാധിച്ച് താൻ മുഹമ്മദ് അലിയാണ് എന്ന് തന്നെ അറിഞ്ഞുകൂടായിരുന്നു, ഓർമ്മ നശിച്ച്. അദ്ദേഹം അത് ചെയ്തത് ഒരമ്പെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ദീപശിഖ അങ്ങ് ദൂരെ ആയിരിക്കുന്നത് അത് അദ്ദേഹം ഇവിടെ നിന്നുകൊണ്ട് ഒരമ്പ് വിറച്ച കൈകൊണ്ട് ഞാൻ അമ്പ് ചെയ്ത് അമ്പ് നേരെ അവിടെ ചെന്ന് തട്ടുമ്പോൾ അതങ്ങ് തീജ്വാലകൾ തെളിഞ്ഞ്. ഞാൻ അത്രയും മനോഹരമായ ഒരു ഉദ്ഘാടന ചടങ്ങ് കണ്ടിട്ടില്ല. അതുപോലെ കേരളം പിറന്നതിനൊരു ചടങ്ങ് നടന്നു. ആ ചടങ്ങിനെ കുറിച്ച് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളൊരു പാഠപുസ്തകത്തിൽ ഇതറിയാൻ പറ്റില്ല, ഒരു ചരിത്ര പുസ്തകത്തിൽ ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ കുട്ടികൾ, അതിൽ നിങ്ങളുടെ ഈ പ്രദേശത്തിന്, കോഴിക്കോടിനും തിരുവനന്തപുരത്തിനും വലിയ പങ്കുണ്ട്. കാരണം പുതിയ സ്റ്റേറ്റിൻ്റെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരത്തെ നിശ്ചയിച്ചു. നടുക്കാണ് നിശ്ചയിക്കേണ്ടല്ലേ ഒരു ന്യായമായിട്ട്, അല്ലേ? കൊച്ചിയോ തൃശ്ശൂരോ ആയിരുന്നു കുറച്ചുകൂടി നല്ലത്, ആണോ അല്ലേ? പക്ഷെ ചുമ്മാ അങ്ങ് നിശ്ചയിച്ചാൽ മതിയോ? ഫെസിലിറ്റി വേണ്ടേ? അപ്പോൾ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു സ്ഥലം തിരുവനന്തപുരം മാത്രമായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഹൈക്കോടതി അതുകൊണ്ട് കൊച്ചിയിൽ നിലനിർത്തി. അപ്പോൾ മലബാർ അങ്ങോട്ട് ചെല്ലാൻ പോകുന്നില്ല, അതുകൊണ്ട് മലബാറിന് അവകാശവാദമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നതിന് വേണ്ടി രാജഭരണം അവസാനിച്ചു. പക്ഷേ തിരുക്കൊച്ചിയിൽ സർക്കാരുണ്ടായിരുന്നില്ല. അവിടെ രാഷ്ട്രീയക്കാർ തമ്മിൽ അടിച്ച് മന്ത്രിസഭ പൊളിഞ്ഞ് താഴെ വീണപ്പോൾ കേന്ദ്ര സർക്കാർ മന്ത്രിസഭ പിരിച്ചു വിട്ടിട്ട് അവിടെ പ്രസിഡന്റ് ഭരണം ഏർപ്പെടുത്തി. ഒരു മന്ത്രിസഭ പോയ പ്രസിഡന്റ് ഭരണമല്ലേ രാജ്യത്ത്, സംസ്ഥാനത്ത് വരിക ആണല്ലോ. അപ്പോൾ പ്രസിഡന്റ് ഭരിക്കുക എന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റ് ഇവിടെ വന്നിരുന്ന് ഭരിക്കുമോ? ഇല്ല, ഗവർണറാണ് ഭരിക്കുന്നത്. അപ്പോൾ ഗവർണറുടെ ചുമതല വഹിക്കുന്നത് രാജപ്രമുഖൻ്റെ പേരിൽ ചിത്രതിരുനാൾ മഹാരാജാവാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ PS റാവു എന്ന പേരുള്ള ഒരു ICS ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. IASൻ്റെ ബ്രിട്ടീഷുകാരുടെ കാലത്തെ പേരാണെന്ന് തോന്നുന്നു ICS, ഇന്ത്യൻ സിവിൽ സർവീസ്. അപ്പോൾ പിന്നീട് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന് മാറ്റിയതാണ്. പെണ്ട്യാല സത്യനാരായണ റാവു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ആന്ധ്രക്കാരനാണ്. അപ്പോൾ അദ്ദേഹത്തെ 56 നവംബർ 1 മുതൽ ഈ ചടങ്ങ് നടത്തുന്നതിന് വേണ്ടി ഒഫീഷ്യേറ്റിംഗ് ഗവർണറായി നിയമിച്ചു. അങ്ങനെ 1956 നവംബർ 1 രാവിലെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ കേരളപ്പിറവിയുടെ ആദ്യത്തെ ചടങ്ങ് നടക്കുകയാണ്. എത്ര വർഷം മുമ്പ്? 69 കൊല്ലം മുമ്പ്. എന്ന് വെച്ചാൽ 70 വയസ്സായി. ഇന്നെന്ന് വെച്ചാൽ നമ്മൾ 70-ാം വയസ്സിൽ പ്രവേശിക്കുകയാണ്. അടുത്ത വർഷമാകുമ്പോൾ നമ്മൾ 70 വയസ്സ് പൂർത്തിയാവും. രാവിലെ 8:30 നിയുക്ത ഗവർണറല്ല, ഒഫീഷ്യേറ്റിംഗ് ഗവർണറായ റാവുവിൻ്റെ കാറ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്നു നിന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി അദ്ദേഹത്തെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോൾ ദർബാർ ഹാളിൽ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, മതാചാര്യന്മാർ, പൗരപ്രമാണിമാർ, എഴുത്തുകാർ ഒക്കെ ഇരിപ്പുണ്ട്. കൊണ്ടുചെന്ന ഉടൻ തന്നെ അദ്ദേഹത്തെ രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദിൻ്റെ അപ്പോയിൻമെൻ്റ് ഓർഡർ വായിച്ചു. ഇദ്ദേഹത്തെ കേരളത്തിൻ്റെ ഒഫീഷ്യേറ്റിംഗ് ഗവർണറായി നിയമിച്ചിരിക്കുന്നു. വളരെ നാടകീയമാണ് ചടങ്ങുകൾ. അപ്പോൾ ഒരു ഗവർണറെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത് ആരാണ്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്? ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അതായത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. ഇത് ഓർമ്മിച്ച് വെക്കണേ ഈ പ്രോട്ടോക്കോളുകൾ. അപ്പോൾ പക്ഷെ കേരളത്തിന് ഹൈക്കോടതി ഉണ്ടായിട്ടില്ല. ഗവർണർ ഉണ്ടായാലേ ഹൈക്കോടതി ഉണ്ടാവും, സ്റ്റേറ്റ് വന്നാലല്ലേ ഹൈക്കോടതി ഉണ്ടാവും. ആകെ പ്രശ്നം. അപ്പോൾ ഹൈക്കോടതിയിലെ ജഡ്ജിമാരായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് 3 പേരെ. അതിലെ സീനിയറായ ജഡ്ജി ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആൾ ഗവർണറെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. ഇത് കഴിഞ്ഞോടെ ഗവർണർ വേറെ കടലാസ് എടുത്ത് ഈ ജഡ്ജിമാരെ സത്യപ്രതിജ്ഞ ചെയ്യിച്ചു. അതോടുകൂടി സംസ്ഥാനത്തിന് ഭരണത്തലവനായ ഗവർണർ ഉണ്ടായി, ഒരു ഹൈക്കോടതി ഉണ്ടായി. ഇത് രണ്ടും ഉണ്ടായാൽ ഒരു സ്റ്റേറ്റ് ഉണ്ടായി എന്നർത്ഥം. ഇത് കഴിഞ്ഞിട്ട് ബാക്കി ചടങ്ങുകൾ നടന്നത് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൻ്റെ പിന്നിലെ സെൻട്രൽ സ്റ്റേഡിയം എന്ന് പറഞ്ഞ്, സെക്രട്ടേറിയറ്റിനോട് ചേർന്ന് തന്നെയാണ് സെൻട്രൽ സ്റ്റേഡിയം കിടക്കുന്നത്. ഗവർണർ, മറ്റ് വിശിഷ്ടാതിഥികളെല്ലാവരും കൂടി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ചെന്നു. സെൻട്രൽ സ്റ്റേഡിയം നിറയെ ആളുകൾ കാത്തിരിക്കുകയായിരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായ ഈ നാടകീയ നിമിഷത്തിന് വേണ്ടി. ആയിരക്കണക്കിന് ആളുകൾ ശ്വാസമടക്കിയിരിക്കുകയാണ്. സ്റ്റേജിൽ 3 കസേരകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് ഗവർണർ സത്യനാരായണ റാവുവിനിരിക്കാൻ, 2 തിരുവനന്തപുരത്തെ മേയർ പൊന്നറ ശ്രീധർക്ക് ഇരിക്കുന്നതിന് വേണ്ടി, 3
ഈ ചടങ്ങിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്ന അന്നത്തെ മന്ത്രി സി സുബ്രഹ്മണ്യത്തിന് വേണ്ടി. ഈ സി സുബ്രഹ്മണ്യമാണ് നമ്മുടെ ഹരിത വിപ്ലവത്തിൻ്റെ, നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ്റെ ശില്പി. ഡോക്ടർ സ്വാമിനാഥൻ എന്ന് പറഞ്ഞ കൃഷിശാസ്ത്രജ്ഞനും സി സുബ്രഹ്മണ്യവും ചേർന്നാണ് ആ പ്രോജക്റ്റ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത്, ഇന്ത്യയിലെ പട്ടിണി മാറ്റാനായിട്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് ഭാരതരത്നവും കിട്ടിയിട്ടുണ്ട് സി സുബ്രഹ്മണ്യത്തിന്. ഈ ചടങ്ങിൽ ഈ മൂന്നുപേർ ഇരുന്നപ്പോൾ മൂന്നുപേർ സ്റ്റേജിൽ ചെന്നിരുന്നു. ആ സമയത്ത് ഒരു അത്ലറ്റ് ഒരു ദീപശിഖ, ഒരു തീപ്പന്തം ഇങ്ങനെ ഉണ്ട്, കൻ്റോൺമെൻറ്റ് ഗേറ്റ് കടന്ന് സ്റ്റേഡിയത്തിനകത്തൂടെ ഓടി വന്ന് സ്റ്റേഡിയം വലം വെച്ച് സ്റ്റേജിലേക്ക് വന്ന് ഗവർണറുടെ കൈ കൊണ്ട് കൊടുത്തു. ഈ ദീപശിഖ 2 ദിവസം മുമ്പ് കോഴിക്കോട് മാനാഞ്ചിറ മൈതാനത്ത് നിന്ന് കൊളുത്തി റിലേ ആയിട്ട് ആളുകൾ കൈമാറി കേരളത്തിൽ ഉടനീളം ഓടിയാണ് തിരുവനന്തപുരത്ത് എത്തിച്ചത്. മലബാർ തിരുക്കൊച്ചിയോട് ചേരുന്നതിൻ്റെ പ്രതീകമായിട്ട് അദ്ദേഹം ഗവർണർ ആ ദീപശിഖ വാങ്ങിയിട്ട് തൊട്ടടുത്ത് നിന്ന മേയറുടെ കൈ കൊടുക്കും. മേയർ അത് അവിടെ ഒരു ധൂപക്കുറ്റിയിൽ കുത്തി നിർത്തും. അപ്പോൾ 17 കതിനാവടികൾ മുഴങ്ങി. കേരളം പിറന്നു. മലബാറും തിരുക്കൊച്ചിയും ഒത്തുചേർന്നു. ഇതേ സമയത്ത് കോഴിക്കോട്ട് ഇവിടുന്ന് അങ്ങോട്ട് ചേരുമ്പോൾ ഇവിടെയും നടക്കണ്ടേ ചടങ്ങ്. ഇതുപോലെ 2 ദിവസം മുമ്പ് കോഴിക്കോട്ട് മാനാഞ്ചിറയിൽ നിന്ന് ഈ ദീപശിഖ കൊളുത്തുന്ന സമയത്ത് തിരുവനന്തപുരത്ത് കോട്ടയ്ക്കകത്ത് നിന്നും ഇതുപോലൊരു ദീപശിഖ കൊളുത്തി. ഇതുപോലെ കൈമാറി വടക്കോട്ട് ഓടുന്നുണ്ടായിരുന്നു. ആ ദീപശിഖ ഇതേ സമയത്ത് മാനാഞ്ചിറ മൈതാനത്ത് എത്തി. അവിടെ വലിയൊരു ചടങ്ങ് നടക്കുകയായിരുന്നു. ആ ദീപശിഖയുടെ അവസാന റൗണ്ട് ഓടിയത് അന്ന് പ്രൊവിഡൻസ് കോളേജിൽ പഠിച്ചിരുന്ന ദേവി എന്നൊരു പെൺകുട്ടിയാണ്. 16 വയസ്സോ മറ്റേ ഉള്ളൂ, 16 17 വയസ്സ്. ആ പെൺകുട്ടി ഇതിന് 2 വലത്തോടി ഓടിയിട്ട് ഈ ദീപശിഖ കൊണ്ടുപോയി അന്നത്തെ മലബാർ കളക്ടർ PK നമ്പ്യാരുടെ കയ്യിൽ കൊടുത്തു. നമ്പ്യാർ ആ ദീപശിഖ വാങ്ങി അവിടുത്തെ ധൂപക്കുറ്റി സ്ഥാപിച്ചപ്പോൾ 18 കതിനാവടി മുഴങ്ങി. തിരുവനന്തപുരത്ത് 17 വെച്ച് ഇവിടെ 18. എന്തിനാ അധികം ചോദിച്ചു കളയത് എനിക്ക് അറിഞ്ഞൂടാ. വെടി വെച്ചവന് തോന്നി കാണും വരണം കൂടി ഇരിക്കട്ടെ അധികമൊന്നും, കേട്ടോ. ഞാൻ ഇത് പറഞ്ഞപ്പോഴേക്കും ആരും എന്നോട് സീരിയസ് ആയിട്ട് വേറെ ഒന്നും ചോദിച്ചില്ല. എന്തിനായിരുന്നു 18 വെച്ചത്? ഇതിൻ്റെ ഉത്തരം പറയേണ്ടി വരും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, കേട്ടോ. അപ്പോൾ എന്തായാലും ശരി, ഈ പെൺകുട്ടി ഉണ്ടല്ലോ ദേവി, അവർ പിന്നീട് സ്കൂൾ ടീച്ചറായി, വിവാഹിതയായി, അവസാനം അവരൊരു സന്യാസിനിയായി. അവർ അവസാന കാലത്ത് അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വള്ളിക്കാവിൽ മാതാ അമൃതാനന്ദമയിയുടെ ആശ്രമത്തിലെ സന്യാസിനിയായാണ് ഈ പ്രൊവിഡൻസ് കോളേജിലെ ഈ കുട്ടി ദേവി മാറിയത്. ഈ തിരുവനന്തപുരത്തെ കൊണ്ട് ഓടിയ അത്ലറ്റ് ഒരു പോൾ വാൾട്ട് സ്റ്റാറായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് വാസവൻ എന്നായിരുന്നു. നമ്മൾ മന്ത്രി വാസവനല്ല കേട്ടോ. ഈ വാസവൻ പിന്നീട് പോലീസിലെ SP ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹം മരിച്ചുപോയി. ഈ ദീപശിഖയെല്ലാം കൊത്തി കേരളം വന്നു കഴിഞ്ഞാൽ അടുത്ത് ഒരു അനൗൺസ്മെൻറ്റ് കേട്ടു. ഈ ധന്യമായ മുഹൂർത്തത്തിൽ കവിത ചൊല്ലാനായി മഹാകവി വള്ളത്തോളിനെ ക്ഷണിക്കുന്നു. അപ്പോൾ വള്ളത്തോൾ മഹാകവി ആജാനുബാഹുവാണ്. നല്ല പൊക്കൊണ്ട് വയസ്സായി, ചെവി കേട്ടുകൂടായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം സ്റ്റേജിലേക്ക് കയറി വന്ന് മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു, ഈ സന്ദർഭത്തിന് വേണ്ടി ഞാൻ 3 കോടി കൈകൾ എന്നൊരു കവിത എഴുതിയിട്ടുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്തോന്നാ, കേരളത്തിൽ എത്ര കോടി ജനങ്ങളുണ്ടെന്നാ? ഒറ്റക്കയ്യന്മാരായിരുന്നു കേരളീയരെല്ലാം. 3 കോടിക്ക് 3 കോടി കൈകളുണ്ടെങ്കിൽ ആളെത്ര കാണും? 1.5 കോടി, കേട്ടോ. അതിപ്പോഴല്ലേ ആലോചിച്ച് വെട്ടിത്തരായി പോയി. എന്താരുമില്ല, ഇത് സിമ്പിൾ ലോജിക്കാണ്. നമ്മൾ ആരായാലും ഇങ്ങനെ ഞാൻ നിങ്ങൾ ഈ വെട്ടിത്തരം പറയിക്കാൻ വേണ്ടി ചോദിച്ചതാണ്, കേട്ടോ. നിങ്ങളെ പറ്റിക്കാൻ വേണ്ടി ഒരു സൂത്രം ഡക്ക് വേല ഇറക്കിയതാണ്. നമ്മൾ ആരായാലും എന്ത് ചെയ്യും, പെട്ടെന്ന് ഉത്തരം പറയാനുള്ള ആവേശത്തിൽ നമ്മളൊന്നും ആലോചിക്കാതെ ഉത്തരം ശരിയാന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, ശരിയെന്ന് വിചാരിച്ചല്ലേ പറഞ്ഞേ, വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. നിർഭാഗ്യവശാൽ തെറ്റിപ്പോയി, അത്രേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. ശരി. കാരണം അതിനു മുമ്പ് 10 കൊല്ലം മുമ്പ്, 56-ന് 10 കൊല്ലം മുമ്പെന്ന് വെച്ചാൽ 46-ൽ EMS നമ്പൂതിരിപ്പാട് ഒരു പുസ്തകം എഴുതിയിരുന്നു, 1.25 കോടി മലയാളികൾ. അപ്പോൾ 10 കൊല്ലം കൂടെ കഴിഞ്ഞപ്പോൾ മലയാളികളുടെ എണ്ണം എത്രയായി? 1.5 കോടി. എന്ത് റാപ്പിഡാണ്! ഇപ്പോൾ എത്ര? 3.5 കോടിയാണ് നമ്മൾ. 69-70 കൊല്ലം കൊണ്ട് 1.5 കോടിയിൽ നിന്ന് 2 കോടി വർദ്ധിച്ചു. ഇപ്പോൾ ആലോചിച്ചു വേണം, 500 കൊല്ലം മുമ്പ് നമ്മൾ എത്ര പേരുണ്ടായിരുന്നു കാണും? ഇങ്ങനെ താഴോട്ട് നിങ്ങൾ 10,000 പേരെ കാണൂ കേരളത്തിൽ, അല്ലേ? ആ കണക്ക് നോക്കണ്ടേ താഴോട്ടും. അപ്പോൾ ശരി, ഈ വയറിളത്തുടങ്ങി നല്ല തൊണ്ടയുള്ള ഒരാളെ ഇത് വായിക്കാൻ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വെള്ളത്തോട് പോയി തൻ്റെ സീറ്റിലിരുന്നു താഴെ. അപ്പോൾ ആകാശവാണിയിലെ
അന്ന് തിരുവനന്തപുരത്ത് ആകാശവാണിയിലെ പി ഗംഗാധരൻ നായർ എന്നൊരാൾ വന്ന ആ മനോഹരമായ കവിത വായിച്ചു. ഗംഗാധരൻ നായർ പിന്നീട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങളാരും കണ്ടിട്ടുണ്ടാവും വഴിയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെ മുഖാമുഖം എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് മുഴുവൻ സമയം ഉറങ്ങുന്ന ആളായിട്ട് അദ്ദേഹം അഭിനയിച്ചിരുന്നു. അടൂരിൻ്റെ സ്വയംവരം എന്ന ആദ്യ സിനിമയിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ഭാര്യയെ നിങ്ങളിൽ മുതിർന്നവർക്കറിയും, ടി പി രാധാമണി. ഒരു കാലത്ത് ആകാശവാണി എന്ന് പറഞ്ഞാൽ ടി പി രാധാമണിയുടെ ശബ്ദമായിരുന്നു, അതിമനോഹരമായ ശബ്ദം. ഇതൊന്നുമല്ല അവരുടെ ആ ദമ്പതിമാരുടെ പ്രത്യേകത. അവരുടെ മകനാണ് കേരളത്തിൽ ആദ്യമായി ടെലിവിഷൻ വാർത്ത വായിച്ചത്. കണ്ണൻ തിരുവനന്തപുരം ദൂരദർശനിൽ ആദ്യ വാർത്ത വായിച്ച മലയാള വാർത്ത വായിച്ച മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ് ആദ്യത്തെ വാർത്ത വായിച്ച സ്ത്രീ, ഹേമലത. അവരെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? ഹേമലതയാണ് കൂടുതൽ പോപ്പുലർ. കർണൻ കുറച്ചു കാലം വായിച്ചിട്ട് പിന്നെ ഉയർന്ന പദവികളിലേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ പല പല കണക്ഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ഗവർണർ ഈ കവിത വായിച്ചു കഴിഞ്ഞപ്പോൾ ഗവർണർ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു, കാരണം അദ്ദേഹം മലയാളിയല്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പ്രസംഗം പാവപ്പെട്ട മലയാളികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മലയാളത്തിൽ പരിഭാഷപ്പെടുത്തി കേൾപ്പിച്ചു. അത് വിവർത്തനം ചെയ്ത് വായിച്ചത് മറ്റൊരു മഹാകവിയായിരുന്നു ജി ശങ്കരക്കുറുപ്പ്. അദ്ദേഹം അന്ന് ആകാശവാണിയിലാണ് ജോലി ചെയ്യുന്നത്. കോളേജിലെ പ്രൊഫസർ ഉദ്യോഗമൊക്കെ പിരിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് ആകാശവാണിയിലുള്ള സമയം. അന്ന് കേരളപ്പിറവി നടന്നപ്പോൾ വേദിയിലുണ്ടായിരുന്നത് ഈ മൂന്നാളുകൾ കഴിഞ്ഞിട്ട് രണ്ട് മഹാകവികളാണ്. ഇന്നാണ് കേരളപ്പിറവി ഉണ്ടായെങ്കിൽ പഞ്ചായത്ത് മെമ്പർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഏരിയ സെക്രട്ടറി, മണ്ഡലം പ്രസിഡന്റ്, ഇവരുടെ ഒരു 15 റോ ഉണ്ടായിരുന്നു തന്നെ. ഇതിന് MT വാസു വന്നവർ വല്ലതും അവിടെ ആ വഴി പോയെങ്കിൽ പിടിച്ചിട്ടില്ലേ എന്നെ, മറിയില്ല അങ്ങോട്ട് വന്നതാണ്. ഇതല്ലേ ഇപ്പം നടക്കും. പിന്നെ മമ്മൂട്ടിയോ മോഹൻലാലും കൂടെ കാണും. ഈ മലയാളത്തെക്കുറിച്ച് വള്ളത്തോൾ നാരായണ മേനോൻ വല്ലതും അവിടെ വന്നെങ്കിൽ മേലിൽ ഇവിടെ കണ്ടുവരുതെന്ന് നമ്മൾ പറയും. ഈ സ്ഥലത്തൊക്കെ പോയി പരിസരത്ത് കണ്ടുവരുതെന്ന് പറയും. അതാണ് കാലം മാറിയപ്പോൾ കേരളപ്പിറവി പണ്ടായത് എന്തുകൊണ്ടും നന്നായി ഇല്ലേ? നന്നായി. ഇങ്ങനെയാണ് ആ ചടങ്ങ് നടന്നത്. ആ ചടങ്ങ് അവിടെ അവസാനിച്ചില്ല. കേരളത്തിലുടനീളം വൈകുന്നേരം പൊതുയോഗങ്ങൾ നടന്നു. മധുരപലഹാര വിതരണങ്ങളും മിഠായി വിതരണവും പായസ വിതരണവും കഞ്ഞി വീഴ്ത്തുമൊക്കെ നടന്നു. വർണ്ണക്കടലാസുകൾ ഒട്ടിച്ചു. അന്ന് അത്രയൊക്കെ ഉള്ളൂ ആഘോഷം. വർണ്ണക്കടലാസ് ഒട്ടിക്കുന്ന ആർഭാടമൊക്കെ ഉള്ളൂ. ഇന്നത്തെ പോലെ മറ്റേ ലൈറ്റൊക്കെ വെച്ചുള്ള അഭ്യാസ പ്രകടനം, ചെവി പൊട്ടിക്കുന്ന മൈക്ക് സെറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം അങ്ങനല്ലേ, നമ്മൾ ചെവിയൊക്കെ അപ്പോഴേ അടിച്ചു പോകും. അത്രയൊന്നുമില്ലാത്ത വളരെ സരളമായ ആഘോഷം. കോഴിക്കോട് നടന്ന ആഘോഷം VK കൃഷ്ണമേനോനാണ് ഉദ്ഘാടനം ചെയ്തത്. കൊച്ചിയിൽ നടന്ന ആഘോഷം KP കേശവമേനോൻ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ വലിയ സന്തോഷത്തോടെ നമ്മുടെ 69 കൊല്ലം മുമ്പ് കേരളം പിറന്നു. അതിനുശേഷം കേരളം ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളെല്ലാം സന്തോഷിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. മലയാളിയുടെ ഒരുപാട് മണ്ടത്തരങ്ങളുണ്ട്. നേരത്തെ ആരാ പറഞ്ഞേ ഇവിടെ ചവർ എല്ലാവരും എടുത്തിട്ടുള്ളയുന്നു അല്ലേ? അച്ഛനാണോ പറഞ്ഞേ? അതൊക്കെ ഉണ്ട്. മലയാളികളുടെ പിന്നെയും ചില പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരും. ഒന്ന്, നമ്മളെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന മനോഹരങ്ങളായ നാടൻ ചെടികളുണ്ട്. എല്ലാ ദിവസവും പൂക്കുന്ന ചെടികളെ ഒഴിവാക്കിയിട്ട് ചെടിക്കടയിൽ പോയി ഈ റിസോർട്ടുകളിലൊക്കെ ട്രോപ്പിക്കിൻ്റെ അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ചേമ്പ് പോലത്തെ ഒരുപാട് ചെടികൾ കിട്ടും, പൂക്കാത്ത ചെടികൾ. അത് വാങ്ങിച്ച് വീട്ടിൽ മുഴുവൻ വയ്ക്കുക. എല്ലാ വീട്ടിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? പൂക്കാത്ത ചെടികളാണ് വയ്ക്കുന്നത്, ഇലകൾ. പൂവല്ലേ വെക്കേണ്ടത്? അത് ഈ റിസോർട്ടുകളിൽ അത് വയ്ക്കുന്നത് എന്തിനാണെന്നറിയാം? എന്നും വെള്ളം ഒഴിക്കണ്ട, നല്ല ഒരു ട്രോപ്പിക്കിൻ്റെ അന്തരീക്ഷം കിട്ടും, അതിന് വേണ്ടിയാണ് അതുകൊണ്ട് വയ്ക്കും. പിന്നെ ഒരു അഡ്രസ്സ് അയച്ചു തരാൻ ആരെങ്കിലും പറഞ്ഞ് വാട്സാപ്പിൽ നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അതിനകത്ത് സ്വന്തം പേരുണ്ടാവില്ല, അല്ലെങ്കിൽ പിൻകോഡ് ഉണ്ടാവില്ല, അതുണ്ടെങ്കിൽ പിന്നെ ഫോൺ നമ്പർ ഉണ്ടാവില്ല. ഇതെല്ലാം കൂടെ ഒറ്റ മെസ്സേജ് ഇട്ടായി, അല്ലെങ്കിൽ 8 മെസ്സേജ് ഇട്ടയക്കും. ആദ്യം വീട്ടുപേര്, അങ്ങനെ 8-9 മെസ്സേജ് അയക്കുന്ന എത്ര പേരുണ്ടെന്നറിയാമോ? നിങ്ങൾ ഇനി ഇത് ജീവിതത്തിൽ കാണും, അപ്പോൾ മനസ്സിലാക്കും. പിന്നെ കൊന്നു കളഞ്ഞാൽ പിൻ കോഡ് എന്നൊരു സാധനം വയ്ക്കുന്ന പ്രശ്നം. പിന്നെ ഫോൺ നമ്പർ അയച്ചാൽ 10 കുട്ടികളുടെ പേരും അവരുടെ ഫോൺ നമ്പറും തരുമെന്ന് പറഞ്ഞാൽ 9 കുട്ടികളുടെ പേരും 10 ഫോൺ നമ്പറും തരും. നമ്മൾ ഇത് ആരുടെ ഊഹിക്കുമ്പോൾ എത്ര ലക്ഷക്കണക്കിന് കോമ്പിനേഷൻ ഉണ്ടാവും ഇതിനകത്തുനിന്ന് അല്ലേ? ഇത് ആരുടെ നമ്പറാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള കുഴപ്പങ്ങൾ മലയാളികൾക്ക് ഉണ്ട്. ചവറിടുന്നത് മാത്രം അല്ല കേട്ടോ. പിള്ളേർക്ക് പരീക്ഷ നടക്കുന്ന സമയത്ത് ഉത്സവം വയ്ക്കുക അടുത്ത പരമദ്രോഹമാണ്. ആണോ അല്ലേ? ഒന്നീ പരീക്ഷ മാറ്റണം, ഉത്സവം മാറ്റാൻ പറ്റൂലെങ്കിൽ, അല്ലെങ്കിൽ പരീക്ഷ തന്നെ ഉപേക്ഷിക്കണം ഈ ലോകത്ത്.
ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ അഭിപ്രായം പരീക്ഷ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എൻ്റെ അത്ര ദീർഘദർശനം അധ്യാപകർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അത് ഇന്നും തുടർന്ന് പോകുന്നേ. ഞാൻ ഒരു ക്രാന്തദർശി എന്ന് അവർക്ക് മനസ്സിലായില്ല. പിന്നെ പരീക്ഷ ഒരു അനാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആ അപ്പോൾ സ്കില്ല് മാത്രം പരിശോധിച്ചാൽ മതി ആളുകളുടെ. പക്ഷെ സ്കില്ല് പരിശോധിക്കുമ്പോൾ പാസ്സാവണം. എൻ്റെ കുറച്ച് സ്കില്ല് ഇരിപ്പുണ്ട് വീട്ടിൽ വെച്ചിട്ട് ഇന്ന് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെയും ഒരുപാട് മലയാളി ശീലങ്ങളുണ്ട്. ആ ശീലങ്ങളിൽ ഇതുപോലെ ഈ പരീക്ഷാ സമയത്ത് ഉത്സവം നടത്തുക, പിന്നെ വഴിവക്കിൽ ഏതെങ്കിലും മരം നിന്ന് അതിൻ്റെ പുറത്ത് വിഗ്രഹം കൊണ്ട് കെട്ടിവെക്കുക, പിന്നെ തുണി കെട്ടി അതിനെ വിഗ്രഹമാക്കി ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി റോഡ് വീതി കൂട്ടാൻ പറ്റാതെ ആരാധനാലയങ്ങൾ ഉണ്ടാക്കുക. ശരിയല്ലേ? ഇത്രയധികം കോവിലും പള്ളിയൊക്കെ വേണം ഈ നാട്ടിൽ. ഇതിൻ്റെ എണ്ണം ഒന്ന് കുറയ്ക്കണം. ഇതിനേക്കാളും വലിയൊരു കുഴപ്പമുണ്ട്. റോഡ് സൈഡിൽ മീറ്റിംഗ് നടത്തുക. എന്തൊരു ശല്യമാണ് അല്ലേ? അത് ഹൈക്കോടതി ഇടപെട്ടിട്ട് ഹൈക്കോടതി തോറ്റു, നമ്മുടെ നാട്ടുകാർ ജയിച്ചു. ഇങ്ങനെ അനേകങ്ങളായ അനാവശ്യങ്ങളാൽ സമ്പന്നമായ ഒരു സ്റ്റേറ്റാണ് കേരളം അല്ലേ? നിങ്ങൾക്ക് തോന്നാറില്ല ഇതൊക്കെ മോശമാണെന്ന്? തോന്നൂല? തോന്നും. പിന്നെ അവധി പ്രഖ്യാപിച്ചു കളയും. പത്തനംതിട്ടയിൽ ഒരു സ്കൂൾ കുട്ടി കളക്ടറെ രാവിലെ വിളിച്ചു. ഇപ്പം മൊബൈലുള്ളതുകൊണ്ട് എല്ലാവർക്കും വിളിക്കും. അവധിയൊന്നും പ്രഖ്യാപിക്കില്ലെന്ന് ചോദിച്ചു. അപ്പം കളക്ടർ ചോദിച്ചു ആദ്യം ചോദിച്ചു എന്തോ ന്യൂനമർദ്ദം വരുന്നുണ്ടെന്ന് കേട്ടല്ലോ. അപ്പോൾ കളക്ടർ ചെറുപ്പക്കാരനായ AS-കാരൻ. അപ്പോൾ അയാളത് ഇഷ്ടപ്പെട്ട് ഇന്ന് പ്രഖ്യാപിക്കണം, നാളെ നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ ഒരു വീഡിയോ പ്രസിദ്ധമായിരുന്നു. അപ്പം അങ്ങനത്തെ കുട്ടികളുടെ കാലമാണ്. അവിടെ ഇപ്പം എല്ലാവർക്കും 2 അവധിയാണ്, എല്ലാ മതത്തിലുള്ളവർക്ക്. നാരായണ ഗുരുവിന് 2, മന്നത്ത് പത്മനാഭന് 1, ഇങ്ങനെ എല്ലാത്തിനും അവധിയാണ്. കേരള പിറവിക്ക് മാത്രം അവധിയില്ല. അത് ശുദ്ധ അനാവശ്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താ? നമുക്ക് ഇനി കുറച്ച് അവധികൾ പ്രഖ്യാപിക്കേണ്ടതിൻ്റെ ഒരു പട്ടിക പിണറായി വിജയന് കൊടുക്കണം. നിങ്ങളുടെ അഭിപ്രായം അതൊക്കെയാണ്? കേരള പിറവി പിന്നെ കേൾക്കട്ടെ ഇനി ഏതൊക്കെയാണ്? ശിവൻകുട്ടിക്ക് കൊടുത്താൽ ശിവൻകുട്ടി ഉടനെ തന്നെ ഫേസ്ബുക്കിൽ എഴുതും, കുട്ടികൾ ഇങ്ങനെ ആവശ്യപ്പെട്ടിരിക്കും, ഉടനെ അത് നടപ്പിലാക്കുന്നതാണ് അല്ലേ? ആരെങ്കിലും പിള്ളേർ എന്തെങ്കിലും പൊട്ടത്തരം പറഞ്ഞാൽ അപ്പം തന്നെ ശിവൻകുട്ടി കിരീടം വെച്ചു കൊടുക്കുക അല്ലേ? നിങ്ങൾക്ക് ഏതൊക്കെ അവധി നടപ്പിലാക്കേണ്ടത്? അതെ, അല്ല അതിപ്പം അത് പറ്റൂല. നമുക്ക് അവധി, പൊതു അവധി പ്രഖ്യാപിക്കണ്ടേ? കേരള പിറവിക്ക് വേണം. പിന്നെ എന്തെങ്കിലും കണ്ടുപിടിക്കേ. സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ നടക്കുന്ന 4 ദിവസവും അവധിയായിരിക്കണം. നിങ്ങൾക്ക് ബുദ്ധി കുറവാണ്. നിങ്ങളിതുപോലെ കണ്ടുപിടിക്കും ഓരോന്ന്. നിങ്ങളിൽ എത്ര പേർ ഭാവി രാഷ്ട്രീയ നേതാക്കളാകുമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ പരീക്ഷ നടത്തുന്നത് കേട്ടോ. ഇതുപോലെ കുറെ അവധി സ്ഥാപിക്കണം. അങ്ങനെ മൊത്തത്തിൽ ഒരു 300 ദിവസം അവധിയാക്കണം. കേരളത്തിന്റെ പുരോഗതിയിലേക്കുള്ള ഏക വഴി എന്തോന്നാണ്? അവധി. മതങ്ങളോ ജാതികളോ അവധി ചോദിക്കാൻ നിൽക്കരുത്, അതിനു മുമ്പേ അങ്ങ് കൊടുത്തേക്കണം. അങ്ങനെ ആയിരിക്കും പുരോഗതിയിലേക്ക് നമ്മൾ. എന്നാലും ഈ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നാടിന് ഒരുപാട് നന്മകളുണ്ട്. അത് കേരള സ്റ്റോറി എന്നൊരു സിനിമ എന്നറിയാമോ? ഇപ്പം എന്തോ വലിയ അവാർഡൊക്കെ കിട്ടി വഴക്കുണ്ടായി, പൃഥ്വിരാജിന് കൊടുത്തില്ല, ഇയാൾ മോശമാണ്. കേരളത്തിലൊക്കെ ഭയങ്കര ലവ് ജിഹാദ് നടക്കണം. ഇവിടുത്തെ മുസ്ലിങ്ങളെല്ലാം 2 AK-47, 3 വാള്, 4 പിച്ചാത്തിയൊക്കെ ആയിട്ട് ഇറങ്ങി ഹിന്ദുക്കളെയൊക്കെ കറിവെച്ച് തിന്നോണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ അതെന്തോ ആവട്ടെ, അങ്ങനെ വിവാദമൊക്കെ നടന്നു. ഈ സമയത്ത് ഞാൻ ഈ സ്ക്രോൾ എന്ന് പറഞ്ഞ പത്രത്തിൽ, സ്ക്രോൾ എന്നൊരു പത്രം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈനിൽ വായിക്കാവുന്ന പത്രങ്ങളിലാണ്. സ്ക്രോളിൽ എന്ന പത്രത്തിൽ UP-കാരനായ ഒരു പയ്യനും UP-കാരി പെൺകുട്ടിയും ബീഹാറുകാരനൊരു പയ്യനും, ഇപ്പോൾ രണ്ടുപേരും PhD സ്കോളേഴ്സാണ് ഇക്കണോമിക്സിൽ. തിരുവനന്തപുരത്ത് സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിലാണ് അവർ PhD ചെയ്യുന്നത്. ഈ കുട്ടികൾ രണ്ടുപേരും ചേർന്ന് എഴുതിയ ഒരു ലേഖനം, ദ റിയൽ കേരള സ്റ്റോറി. നിങ്ങൾ സ്ക്രോൾ ഗൂഗിൾ ചെയ്താൽ കിട്ടും, അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. അതിനകത്ത് അവരെഴുതി, ഈ വിവാദം നടന്നപ്പോഴാണ് ആ സിനിമയുടെ അവരെഴുതി, ഞങ്ങൾ സ്കൂളിൽ പഠിച്ചപ്പോഴാണ് കേരളത്തെക്കുറിച്ച് കേട്ടത്. ഞങ്ങൾക്കറിയാമായിരുന്നത് ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരതയുള്ള സംസ്ഥാനം, ഏറ്റവും സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനം, അതായത് ആണിനേക്കാൾ പെണ്ണ് കൂടുതലായിരിക്കുന്ന, ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം, പിന്നെ ആർക്കും ഉച്ചരിക്കാൻ പറ്റാത്ത ഒരു തലസ്ഥാനമുള്ള സംസ്ഥാനം. അത് ഇംഗ്ലീഷിൽ എഴുതി ആർക്കും വായിക്കാൻ പറ്റൂലല്ലോ. തിരുവനന്തപുരം എന്ന് എഴുതിയ നമ്മൾ തന്നെ അത് ഇംഗ്ലീഷിൽ എഴുതി എത്ര എന്നെ എവിടെ വേണമെന്നൊക്കെ സംശയം തോന്നൂലേ? എനിക്ക് തോന്നും, നിങ്ങൾക്ക് തോന്നാറില്ല. നിങ്ങളെല്ലാം ഐൻസ്റ്റൈൻമാരായതുകൊണ്ട് തോന്നുമില്ലേ? സുഖമായിട്ട് എഴുതും.
കുഴപ്പമില്ല, ലിംഗ്വിസ്റ്റിക് പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. നല്ലത്. അപ്പോൾ ഇതായിരുന്നു. പക്ഷേ എന്തോ കാലഗതി കൊണ്ട് ഞങ്ങൾ മുതിർന്നപ്പോൾ ഞങ്ങൾക്ക് PhD ചെയ്യാൻ വരേണ്ടി വന്നത് ഞങ്ങൾ ഒരിക്കലും വരുമെന്ന് വിചാരിക്കാത്ത, ബീഹാറിൽ നിന്നാണല്ലോ തിരുവനന്തപുരത്ത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കി കേരളം മറ്റൊന്നാണ്. യഥാർത്ഥ കേരള സ്റ്റോറി ഇതാണ്. അതറിയണമെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്തെ തട്ടുകടകളിലേക്ക് പോയത്. കേരളത്തിൽ മാത്രമേ ഇത്രയധികം തട്ടുകടകളുള്ളൂ ഇന്ത്യയിൽ. ഈ തട്ടുകടകളുടെ പ്രത്യേകത, അവിടെ ജാതി മതവ്യത്യാസങ്ങളില്ല. അവിടെ സൈക്കിളിലും 2 വീലറിലും വരുന്നവരും ചായ കുടിക്കും. ചിലപ്പോൾ ജാഗോറിൽ വരുന്നവരും അവിടെ ചായ കുടിക്കാൻ കാണും. അവർക്ക് പ്രത്യേക പരിഗണന കിട്ടാറില്ല. എല്ലാവർക്കും ഉള്ള അതേ ക്യൂവിൽ അവരും നിൽക്കണം. ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ ക്ലീനിങ് ലേഡി വരുന്നത് ഒരു സ്കൂട്ടിയിലാണ്. UP-യിലോ ബീഹാറിലോ അത് സങ്കല്പിക്കാൻ പറ്റില്ല. അതൊരു ദളിത് സ്ത്രീ ആയിരിക്കും. അവരൊരിക്കലും അങ്ങനെ വരികയും പോണില്ല. അവർ സ്കൂട്ടിയിൽ വരുന്നു എന്നുള്ളത് മാത്രമല്ല, അവർ ഗ്ലൗ ഉപയോഗിക്കുന്നു. അത് കഴിഞ്ഞ് ജോലി പൂർത്തിയാക്കിയ ശേഷം ക്യാൻറ്റീനിൽ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രൊഫസർമാർക്കും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇതൊന്നും കേരളത്തിൽ അത്ഭുതകരങ്ങളായ കാര്യങ്ങൾ, സർവ്വസാധാരണമാണ്. ഇതാണ് കേരളം എന്ന് പറഞ്ഞിട്ട് വിശദമായിട്ട് എന്താണ് കേരളം ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് മാതൃകയായി തീരുന്നതെന്ന് ഈ 2 വിദ്യാർത്ഥികൾ എഴുതുന്നു. അത് വായിച്ചത് മനസ്സിലാവും. അങ്ങനെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, ദോഷങ്ങൾ കുറവാണ്. ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സ്റ്റേറ്റാണ്. അതുകൊണ്ട് നമുക്ക് തികഞ്ഞ സ്വാഭിമാന ബോധം വേണ്ടേ? നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ജാതി മതം നോക്കി അടിക്കില്ല എന്നുള്ളതാണ്. ആണോ? അടിക്കുമോ? ചെറിയ അടി നമ്മൾ അടിയായിട്ട് പരിഗണിക്കുന്നത്. അത് എല്ലാ നാട്ടിലും കുത്തിത്തിരിപ്പിൻ്റെ അസുഖമുള്ള കുറച്ച് പേരുണ്ടാവും. നിങ്ങളുടെ ക്ലാസ്സിലും കാണും. പക്ഷെ ക്ലാസ്സിൽ 50 പേരിൽ 4 പേർക്കേ അസുഖം കാണും, 49 പേർക്കും കാണില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. പക്ഷേ നമ്മുടെ പ്രത്യേകത, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ നമ്മൾ ഒരു മതത്തിൻ്റെ അല്ല. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാർ നമ്മുടെ കേരളത്തിലെ ഹിന്ദു ദൈവങ്ങളെ മുഴുവൻ വിളിച്ചുണർത്തുന്നതും കിടത്തി ഉറക്കുന്നതും ഒരു ക്രിസ്ത്യാനിയാണ്. ആരാ? യേശുവാ? യേശുദാസ് അല്ലേ? ശരിയല്ലേ? ആണോ? നമ്മുടെ ആളുകൾക്ക് ഏറ്റവും ഭയങ്കര മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറഞ്ഞ ആളുകൾ അടിക്കുമ്പോൾ നമ്മളെ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്ന എഴുത്തുകാരനാരാണ്? വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മുടെ ഏറ്റവും വലിയ ബിഗ് സ്റ്റാർ ആരാ? മമ്മൂട്ടി. അപ്പം നമുക്ക് ഇങ്ങനെ ചില കുറവുകളും ഉണ്ടെങ്കിലും അത്രയും നന്മകളും നമുക്കുണ്ട്. നമ്മൾ മതത്തിൻ്റെയോ ജാതിയുടെ പേരിൽ അടിക്കുന്നില്ല. നമ്മുടെ പാരൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, മലയാളി മറ്റൊന്നും ചെയ്തില്ല, പിള്ളേരെ പള്ളിക്കൂടത്തിൽ അയക്കണം. അതാണ് മലയാളിയുടെ ജീവിതാഭിലാഷം. കുട്ടികൾ പനിയാണെങ്കിൽ പോലും പള്ളിക്കൂടത്തിൽ പോകണം നിർബന്ധമുണ്ട്. ഈ പള്ളിക്കൂടത്തിൽ പോക്കാണ് കുട്ടികളെ, ഞാൻ പരീക്ഷ വേണ്ട എന്നൊക്കെ ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. ഈ പള്ളിക്കൂടങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് മലയാളി അതിജീവിച്ചതും മിടുക്കരായതും. നമ്മുടെ അധ്യാപകരും അത് ഞാൻ ഈ ടീച്ചേഴ്സിൻ്റെ സ്കൂളിന് എന്ന് പറയുന്നതല്ല, നമ്മുടെ അധ്യാപകരാണ് നമ്മളെ വിളക്ക് കൊളുത്തി ഇതുവരെയും കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും അസംഘടിതരായ, ഏറ്റവും ശമ്പളം കുറഞ്ഞ വിഭാഗമായിരുന്നു സ്കൂൾ അധ്യാപകർ. കോളേജ് അധ്യാപകർക്കും വളരെ ശമ്പളം കുറവായിരുന്നു. 10-20 കൊല്ലത്ത് UGC സ്കെയിൽ വന്നപ്പോഴാണ് കോളേജ് അധ്യാപകർ മാന്യമായ ശമ്പളം വാങ്ങിയത്. സ്കൂളിലെ അധ്യാപകർക്ക് മാന്യമായ ശമ്പളം കിട്ടി തുടങ്ങിയിട്ട് 15 കൊല്ലത്തെ ചരിത്രമേ ഉള്ളൂ, അല്ലെ 20 കൊല്ലത്തെ. അതിനു മുമ്പ് വളരെ മോശമായിരുന്നു. അപ്പം നിങ്ങൾ 50-60 കൊല്ലം മുമ്പ് അധ്യാപകർ വാങ്ങിയിരുന്നത്, പ്രൈവറ്റ് സ്കൂളുകളിൽ 2000 രൂപ ശമ്പളം കിട്ടുമെന്ന് എഴുതി കൊടുക്കണം, 200 രൂപയെ തരും. അങ്ങനത്തെ ഒരു കാലമുണ്ടായിരുന്നു. കാരൂർ നീലകണ്ഠപിള്ളയുടെ ചെറുകഥകൾ മുഴുവൻ അധ്യാപകൻ്റെ ദുരിത ജീവിതത്തെക്കുറിച്ച്. പൊതിച്ചോറെന്നൊരു കഥയുണ്ട്. ആ പൊതിച്ചോറന്ന കഥയിലെ ക്ലാസ്സിലെ അധ്യാപകൻ കുട്ടി കൊണ്ടുവന്ന് ചോറ് മോഷ്ടിക്കുകയാണ്. കാരണം 3 ദിവസമായിട്ട് അയാൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, അത്രമേൽ ദാരിദ്ര്യമായിരുന്നു. പക്ഷേ എന്നും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കേരളത്തിലെ ഏത് ഓരോ ഗ്രാമത്തിനും ഒരു മെൽറ്റിംഗ് പോയിൻ്റ് ഉണ്ട്. അത് രാഷ്ട്രീയ നേതാവാകാം, ചിലപ്പോൾ ഒരു പണക്കാരനാവാം, ചിലപ്പോൾ ഒരു സന്യാസിയാകാം. പക്ഷേ കേരളത്തിൽ മിക്കപ്പോഴും ഏത് ഗ്രാമത്തിൻ്റെയും മെൽറ്റിംഗ് പോയിൻ്റ് ഒരു അധ്യാപകനായിരിക്കും. ആ സാറ് വരികയാണെന്ന് പറയും. സ്കൂൾ മാഷക്ക് പണ്ടേ ഒരു ലുക്കുണ്ടില്ലേ? പണ്ടേ, ഇപ്പോഴത്തെ തിരിച്ചറിയുമ്പോൾ ഇപ്പോൾ പാൻറ് ഷർട്ടൊക്കെ ഇട്ട് ചെറുപ്പക്കാരെല്ലാം മിടുക്കന്മാരായിട്ടാണ് നടക്കുന്നത്. പഴയ സ്കൂൾ മാഷന്മാരെ കണ്ടിട്ടില്ലേ? വെള്ളയായിരിക്കും. ആണോ? രാഷ്ട്രീയക്കാരെ പോലെ ആ വെള്ളയായിട്ട് ഇങ്ങനെ വരുന്ന ഒരു വളരെ ശാന്തനായ ഒരു വൃദ്ധൻ്റെ രൂപം. അത്തരം അധ്യാപകരാണ് ആധുനിക കേരളത്തെ നിർമ്മിച്ചത്. അതുകൊണ്ട് ടീച്ചേഴ്സിനോടുള്ള കടപ്പാട്, ഞാൻ അങ്ങനത്തെ ഒരു വിദ്യാർത്ഥിയാണ് ഇപ്പോഴും. എൻ്റെ ടീച്ചേഴ്സിനോട് ഇപ്പോഴും ഞാൻ ബന്ധം പുലർത്തും. എന്നെ പഠിപ്പിച്ചവർ, എന്നെ സ്കൂളിൽ പഠിപ്പിച്ച എന്നെ മലയാള സാറിന് ഇപ്പോൾ ഏതാണ്ട് 86-87 വയസ്സായി. 2 കാലിലും ഭയങ്കര നീരാണ്, നടക്കാൻ വിഷമമാണ്. ഞാൻ സാറിനെ വല്ലപ്പോഴും സന്ദർശിക്കുക, അല്ലെങ്കിൽ സാറാരുടെയും പറഞ്ഞു വിടും, എന്നെ കാണണം,
എന്ന് പറയും. ഞാൻ സാറിനെ ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുക എൻ്റെ ഒരു വിനോദമാണ്. കോവിഡ് വന്ന സമയത്ത് ഞാൻ എൻ്റെ മുഴുവൻ പ്രൊഫസേഴ്സിനെയും വിളിച്ചു. തമാശ പറയാൻ വേണ്ടിയാണ് വിളിച്ച് വയസ്സായി വരുന്ന ഓർമ്മ വേണം, ജംഗ്ഷനിലേക്ക് പോയി നിന്നുകളയരുത്, കോവിഡ് പിടിച്ചുകൊണ്ട് പോകുന്നൊക്കെ ഞാൻ പറയും. പക്ഷേ അവരെ കെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം എൻ്റെ ശിഷ്യൻ എന്നെ ഓർമ്മിക്കുന്നു. ശിഷ്യനും വയസ്സായി. പക്ഷേ അങ്ങനെയല്ല, നിങ്ങൾ സ്കൂളിൽ പഠിച്ചു പോകുന്നതോടുകൂടി അവസാനിക്കുന്ന ബന്ധമല്ല. കാരണം നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങളെ ഓർമ്മിച്ചുകൊണ്ടേ ഇരിക്കും. നിങ്ങൾ മറന്നു പോകും എളുപ്പമല്ലേ. നിങ്ങൾ വലുതായി വേറെ ജീവിതമണ്ഡലങ്ങളും. ടീച്ചേഴ്സിൻ്റെ പ്രശ്നം ഓർമ്മകൾ മരിക്കുകയില്ല. അത് അവിടെ തന്നെ. ഏത് വീട്ടിൽ വയസ്സായിട്ട് ടീച്ചറെ വഴിയിൽ വെച്ച് കണ്ടാലും ചോദിക്കുമ്പോൾ ഈ 7 സീലല്ലേ പഠിച്ചതൊക്കെ ചോദിച്ചു കളയും ഇല്ലേ? അങ്ങനത്തെ ടീച്ചേഴ്സൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഈ കേരളം.